പ്രസവിച്ച ഉടനെ കുട്ടികളുടെ മുടിയെടുത്തതിന് ശേഷം ആ മുടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് ഈ സംരംഭം സ്വാലിയായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ആദ്യമായി വന്നിരിക്കുന്ന ചോദ്യം, ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുടിയെടുക്കുന്നത് 7-ാം നാളിൽ മുടിയെടുക്കുന്നത് സുന്നത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ആ മുടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ മുടി എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. നമ്മളത് പുറത്തെവിടേക്കെങ്കിലും ഒഴിവാക്കിയാൽ മതിയോ, അതല്ലെങ്കിൽ അതിനെ കുഴിച്ച് മണ്ണിനടിയിൽ മൂടേണ്ടതുണ്ടോ എന്ന ധാരണയാണ്, എന്ന ചോദ്യമാണ്, സംശയങ്ങളാണ് പലർക്കും വരാറുള്ളത്. യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ഹദീസുകളിൽ പരാമർശങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര മേഖലയിലെ പണ്ഡിതന്മാരുടെ ചർച്ചകളിൽ നമുക്ക് കാണാൻ കഴിയുക, ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ, നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലുമൊക്കെ ഇങ്ങനെ മുടി പാറിക്കളിക്കുന്നതും അവിടെ കിടക്കുന്നതും ഇവിടെ കിടക്കുന്നതും ഒക്കെ കണ്ടാൽ നമുക്കതൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുമ്പോൾ നമ്മളത് അങ്ങനെ പാറി നടക്കാതിരിക്കാൻ ആവശ്യമായ മാർഗം എന്തോ അത് സ്വീകരിക്കും. എങ്കിലും അതിൽ ഏറ്റവും സൗകര്യമുള്ളത്, സുരക്ഷിതമായിട്ടുള്ളത് അത് മണ്ണിനടിയിൽ മൂടിപ്പോവുക എന്നുള്ളതാണ്. ആ ഒരു രൂപത്തിൽ മൂടി കളയുകയാണ് ഏറ്റവും നല്ല മാർഗം, ഉചിതമായ മാർഗം എന്ന രൂപത്തിൽ പണ്ഡിതന്മാരുടെ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി മുടിയെടുത്തിട്ട് അത് മണ്ണിനടിയിൽ മൂടിയില്ല എങ്കിൽ അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. അതിൽ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന ആ വിഷയത്തിൽ വന്നിട്ടില്ല. കാരണം അത് വാസിയായ കാര്യമാണ്. സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണ്ണിനടിയിൽ കുഴിച്ചു മൂടാം, അതല്ലെങ്കിൽ അത് സുരക്ഷിതമായ ഒഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് നീക്കാൻ പറ്റുമെങ്കിൽ നീക്കാം എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ നിർബന്ധമായി അങ്ങനെ ചെയ്തു കൊള്ളണം, അല്ലെങ്കിൽ ഐച്ഛികമായി ചെയ്യണം എന്നുള്ള ഒരു ആഹ്വാനമാണ്. അങ്ങനെ ഒരു ആഹ്വാനം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഇത് വാസിയായ വിശാലമായ ഒരു കാര്യമാണ്. നമ്മുടെ സൗകര്യം പോലെ അതിനെ കൈകാര്യം ചെയ്യാവുന്നതാണ്. അല്ലാഹു അഅലം.